നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു, വന്ന വഴി മറക്കാൻ പാടില്ല, സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുത്. മന്ത്രി ശിവൻകുട്ടി ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയായിരുന്നു. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഇന്നലെ ഞാൻ അതിൻ്റെ വീഡിയോയും ചെയ്തു. 5 ലക്ഷം രൂപയുടെ കഥയാണ് ഞാൻ പറയുന്നത്. ഒരു പ്രമുഖ നടി 5 ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചു. അത് വളരെ അഹങ്കാരപരമായ കാര്യമാണ് എന്നാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ശിവൻകുട്ടി ഈ പ്രസ്താവന നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടും എന്ന് അദ്ദേഹം വിചാരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം നടിയുടെ പേരൊന്നും പറഞ്ഞില്ല. അന്നേരം തൊട്ട് നമുക്കുള്ള ആലോചനയായിരുന്നു, ആ നടി ആര്? പലരും പല പേര് പറഞ്ഞു. നവ്യ നായരാണോ, മഞ്ജു വാര്യരോ, ആശാ ശരത്താണോ, അതോ അമ്പിളി ദേവിയാണോ? അങ്ങനെ സ്കൂൾ കലോത്സവത്തിൽ മത്സരിച്ച സിനിമാ നടിമാരെല്ലാം, പേരുകാരെല്ലാം സംശയത്തിൻ്റെ നിഴലായി. മന്ത്രി ആ പേര് പറയാൻ തയ്യാറല്ല. അവസാനം ഇത് അത്ര നല്ല രീതിയിലല്ല പോകുന്നത് എന്ന് മനസ്സിലാക്കിയ മന്ത്രി ശിവൻകുട്ടി വൈകുന്നേരത്തോടെ ആ വിവാദപരമായ പ്രസ്താവന പിൻവലിച്ചു എന്ന് വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രസ്താവന ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയിട്ടിട്ട് കാര്യമില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. ഞാൻ ആ പ്രസ്താവന പിൻവലിച്ചു എന്ന് മന്ത്രി പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു. പക്ഷേ ഈ പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട പല പല കാര്യങ്ങളിങ്ങനെ അന്തരീക്ഷത്തിലിങ്ങനെ അലയൊലി ചെയ്യും. അതിനിടയ്ക്ക് ആശാ ശരത്താണോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് ആശാ ശരത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കൂൾ കലോത്സവത്തിൽ നൃത്ത ആവിഷ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ആശാ ശരത്തായിരുന്നു ഉള്ളത്. അതുകൊണ്ട് ആശാ ശരത്ത് ഒരു പ്രസ്താവന നടത്തി, ഞാൻ 10 പൈസ പോലും മേടിച്ചിട്ടില്ല എന്ന് ആശാ ശരത്ത് പറഞ്ഞപ്പോൾ ആശാ ശരത്ത് അങ്ങൊഴിഞ്ഞു. പിന്നുള്ള പേരുകാരെ ഏറ്റവും പ്രമുഖമായിരുന്നത് നവ്യ നായരായിരുന്നു. ഇതിനിടയിൽ നവ്യ നായർ തന്നെ എന്ന് പല മാധ്യമങ്ങളും അതുപോലെ തന്നെ പല യൂട്യൂബ് ചാനലുകളും ഉറച്ചു വിശ്വസിച്ചു. നവ്യ നായരും മന്ത്രി ശിവൻകുട്ടിയും തമ്മിൽ എന്തൊക്കെയോ ധാരണപ്രശ്നമുണ്ട്. അതിൻ്റെ പേരിൽ നവ്യ നായരെ പൊതുജനങ്ങളുടെ മധ്യത്തിൽ അവഹേളിച്ചതാണ് എന്ന് ചില ചാനലുകൾ ഇച്ചിരി അങ്ങോട്ട് കടത്തി അങ്ങ് പറഞ്ഞു. അങ്ങനെ കടത്തി പറയുന്നതാണല്ലോ നമ്മുടെ ഒരു ശീലം. ഏതായാലും നവ്യ നായർ ഇതിന് മറുപടി പറഞ്ഞതായിട്ടാണ് ചില ചാനലുകളിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. ഈ ചാനലുകളിൽ വന്നേക്കുന്ന ഒരു വീഡിയോ, അത് നവ്യ നായർ തന്നെ പറയുന്നതാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു, വന്ന വഴി മറക്കാൻ പാടില്ല, സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുത്. പൈസയും വാങ്ങാതെയാണ് സാർ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഒരിക്കലും വന്ന വഴി മറക്കില്ല. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ തോന്നിയത്, ഇന്നലെ മന്ത്രി പറഞ്ഞതിന് നവ്യ നായർ ഉടൻ തന്നെ മന്ത്രിയുടെ വേദി, മന്ത്രി ഇരിക്കുന്ന വേദിയിൽ തന്നെ മറുപടി പറഞ്ഞല്ലോ. വേറെ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതായിരിക്കും എന്ന് ആണ് വിചാരിച്ചത്. ഇന്ന് നടക്കുന്ന പരിപാടിയാണെന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ അതല്ല. 9 മാസത്തിന് മുമ്പ് സർവകലാശാല കലോത്സവം കണ്ട് നടക്കുമ്പോൾ അവിടെ മുഖ്യ അതിഥിയായിരുന്നു നവ്യ നായർ. അവിടെ മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രി അന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. പ്രസിദ്ധ വ്യക്തികളെ വിളിക്കുമ്പോൾ അവർ കാശ് ചോദിക്കുന്നു എന്നാണ് മന്ത്രിയുടെ പരിവേദന. അത് കഴിഞ്ഞ ദിവസവും മന്ത്രി വിലപിച്ചത് അതുതന്നെയായിരുന്നു. ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോഴും സ്വാഗത ഗാനം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിക്കും പലരും പ്രതിഫലം ചോദിക്കുന്നു എന്നുള്ളതാണ് മന്ത്രിയുടെ ഒരു വേദന. കാരണം വിദ്യാഭ്യാസ വകുപ്പിന് വലിയ സാമ്പത്തികമൊന്നും ഇല്ല എന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ വേദന മന്ത്രി ആ വേദിയിൽ പങ്കുവച്ചു. അതിന് മറുപടിയായിട്ടാണ് നവ്യ നായർ അന്ന് പറഞ്ഞ വാക്കുകളാണ് ഇപ്പം വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. അന്ന് മന്ത്രി പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കലോത്സവം തന്നെ ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ട് അഭിമുഖീകരിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. അവർക്ക് സെലിബ്രിറ്റികൾക്ക് നൽകുവാൻ വലിയ പണം ഉണ്ടാകണമെന്നതുകൊണ്ട് സെലിബ്രിറ്റികൾ പ്രതിഫലേച്ഛയില്ലാതെ ഇത്തരം പരിപാടികളെ സമീപിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വഴി മറക്കാത്തവരെ കാലമെന്നും ഓർത്തു. നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു, വന്ന വഴി മറക്കാൻ പാടില്ല, സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുത്. പൈസയും വാങ്ങാതെയാണ് സാർ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഒരിക്കലും വന്ന വഴി മറക്കില്ല. അപ്പോൾ അന്ന് മന്ത്രി പറഞ്ഞതും നവ്യ നായർ പറഞ്ഞതും വാക്കുകൾ കേട്ടല്ലോ. അന്ന് മന്ത്രി പറഞ്ഞതിനുള്ള അപ്പം ശിവൻകുട്ടി മന്ത്രിക്ക് ഇപ്പോഴൊന്നും തോന്നിയ ഈ കാര്യമല്ല ഇത്.
കുറച്ച് നാളിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തോന്നലുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം തുറന്നു പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഈ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും നമ്മളെപ്പോലുള്ള ചാനലുകളെല്ലാം ഏറ്റുപിടിക്കുമെന്നും മന്ത്രി ഒരു കാരണവശാലും പ്രതീക്ഷിച്ചില്ല. അവസാനം മന്ത്രി പിന്മാറിയെങ്കിലും നമ്മൾ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും നവ്യ നായർ ഇന്നലെ പറഞ്ഞതിന് കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നവ്യ നായർ അതിന് മറുപടി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, അത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ നായർ മറുപടി പറയുമ്പോൾ മന്ത്രി ഒരു നടിയുടെയും പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ നായർ വരുമെന്ന് ഞാൻ ഒരു കാരണവശാലും പ്രതീക്ഷിക്കുന്നില്ല. നവ്യ നായരോ വേറെ ഏത് നടിയാണെങ്കിലും ഒരു കാരണവശാലും വരത്തില്ല. ഈ പ്രശ്നം ഇവിടം കൊണ്ട് തീരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ മന്ത്രിമാരെ സംബന്ധിച്ച് ഒരു കാര്യം, ഒരു പ്രസ്താവന നടത്തുമ്പോൾ അതിൻ്റെ വരും വരായികൾ അറിഞ്ഞ്, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളാണ്, അറിഞ്ഞ് അതിൻ്റെ എങ്ങനെ പ്രതികരിക്കും, അത് എന്തൊക്കെ വിമർശനം നേരിടും, പ്രത്യേകിച്ച് സ്കൂൾ കലോത്സവം തുടങ്ങാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിവാദത്തിൻ്റെ കാര്യമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ കാര്യങ്ങൾ തുറന്നു പറയാം, അത് വേറെ ചില വേദികളിലൊക്കെ തുറന്നു പറയേണ്ട അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പേര് ഇന്ന നടിയെ വിളിച്ചപ്പോൾ ഇത്ര രൂപ പ്രതിഫലം ചോദിച്ചു, അത് ശരിയായില്ല, അതുകൊണ്ട് ആ നടി വേണ്ട എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണമായിരുന്നു. അത് മന്ത്രി ഒരു കാരണവശാലും പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത്രയും നടിമാർ സംശയത്തിൻ്റെ നിലായത്. ഇനി ഇങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ ഇവർ സംഭവിച്ചെങ്കിൽ മാത്രമേ നമുക്കത് വിമർശിക്കാനും വീഡിയോ ഒക്കെ ചെയ്യാനും നമുക്കൊരു കണ്ടൻറ്റും ഒക്കെ ഉണ്ടാകാനും ഒക്കെ പറ്റത്തുള്ളൂ, അല്ലേ? അവർ വിമർശിക്കത്തത് അല്ലേ? വായിലെ നാക്ക് പല കാര്യങ്ങളും പിടിച്ചു പറയും, അതിനനുസരിച്ച് നമുക്കതിൻ്റെ പുറകെ പോകാം. അപ്പം ഇങ്ങനെ ആർക്കെങ്കിലും നാക്ക് പിഴ വല്ലതും വരികയാണെങ്കിൽ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്താം. ഓക്കെ, ബായ്.